ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ്. കാര്യം നമ്മൾ ദൂരേക്കൊന്നുമല്ല പോയത്, നമ്മൾ അടുത്ത് നമ്മുടെ വീടിൻ്റെ അവിടെ പൊന്മുടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നല്ല പ്ലേസായിട്ട്, നല്ല എന്താ പറയുക, നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പം നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്തിട്ട് വാട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, വീഡിയോയ്ക്ക് ലൈക്കും കൂടി തരണം കേട്ടോ. അപ്പോൾ പൊന്മുടിയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ, ദി ഫസ്റ്റ് ETV ട്രാക്ക്. നമ്മൾ നോക്കാം, റൈഡേഴ്സ് ഹെവൻ. അപ്പം ഞങ്ങളിപ്പോൾ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഇത്ര കാലമായി തുടങ്ങിയിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അതാണ് പൊന്മുടി ഹിൽസ്. മഞ്ഞുണ്ട് നല്ലപോലെ. ഇതിൽ മഞ്ഞൊന്നും കാണുന്നില്ല ഗൈസ്, പക്ഷെ ശരിക്കും നല്ല മഞ്ഞുണ്ട്, പക്ഷെ മഞ്ഞൊന്നും കാണുന്നില്ല. ഫിദാക്ക് പറ്റൂല, ഇവിടെ 16 above, 60 above, I mean 16. അവർ അതിലേ ഉള്ളൂ, നീ ആയിട്ട് കളിച്ച മാണാമ്മ. ഞാൻ കയറാൻ പോവാണ്, എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് കയറാൻ പറ്റൂല. അൽഫിയാക്ക് 12 വയസ്സായിരുന്നു. സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പം താത്ത ഞാൻ പോവാണ്, എനിക്ക് എന്തരാവോന്തോ എന്തരാവോന്തോ. ഗൈസ്, നമുക്ക് എന്റെ മണ്ടേ കയറണം. അതിന് ഗൈസ് ഞാൻ ഫോൺ എങ്ങനെ എത്തിക്കും? ഓക്കെ, ഇറങ്ങാൻ വരട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ടെക്സാൽ എന്നാണ് ആപ്ലിക്കേഷൻ്റെ നെയിം. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ബോത്തായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിച്ച് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാ മൺഡേസിലും അവർ ഗിവ് അവേസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. 500 rupees വരെ നിങ്ങളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളതിലേക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ iPhone 13 Pro Max വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ കളിക്കുന്നതിന് മുന്നേ വിന്നിംഗ് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രെഡിക്റ്റിംഗ് സ്കില്ല് കൂടുകയും അതുപോലെ തന്നെ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഇഷ്ടമുള്ളവരാണെങ്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റായി ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷെ ഞാൻ ഈ സാധനം എടുത്തില്ല, അത് കുറച്ചും കൂടി ഒരു പവർ ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊരു പേടി ഇതെടുക്കാൻ. അതെടുത്തതേ ഞാൻ പേടിച്ചാണ്. ശരിക്കും പറഞ്ഞ ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ പേടിയാണ്. അപ്പൊ 2 റൗണ്ട് ഓടിച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ ബൈ. ഇറങ്ങിപ്പോയപ്പം ഭയങ്കര ആവേശമായിരുന്നു. എല്ലാം കഴിഞ്ഞ് കേറി വന്നപ്പോ ഒറ്റരണത്തിനും കേറാൻ വയ്യ. അവിടെ കണ്ടോ, മുകളിൽ നോക്കുമ്പോ അങ്ങനെ കാണാൻ പറ്റും. ആ ബോർഡൊക്കെ ഞാൻ എടുത്ത്. അപ്പൊ ഇതെന്ന് പറയുമ്പം പ്രമോഷൻ അല്ല, ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പറഞ്ഞതാട്ടാ. ഞാൻ തൊപ്പിയൊക്കെ വെച്ചോണ്ട് ഇവിടെ പോണോ, ശ്വാസം മുട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് റൈഡ്. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുവാണ്. ടേക്ക് ഡൈവേർഷൻ അമ്മച്ചി. ഇതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ. ചെക്ക് ചെയ്തിട്ട് കേട്ടോ. വാട്ടർ വ്യൂ അവിടെ കണ്ടോ, ഫുള്ള് മഞ്ഞാണ് ഇവിടെ. പക്ഷെ ഫുൾ വർക്ക് എന്തോന്നാണ്. എന്റെ ചെവി അടച്ച്. എന്റെ ചെവി. ഇവിടെ താഴെ കണ്ടോ, നല്ല ഫ്ലവേഴ്സ് കിടക്കണുണ്ട് അല്ലേ. ഈ മരത്തുനിന്നാ വീഴുന്ന. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ ആക്ച്വലി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ കാലമായി. അപ്പൊ ഇവിടെ ഈ വളവിലൊന്നും ഷോപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പം ആ ഒരു ഐഡിയയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ടാണ് വന്നത്. പിന്നെ മുകളിൽ പോയിട്ട് ഒന്നും കൂടെ കഴിക്കാം. അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ നിന്ന് കഴിക്കാൻ പോകും. നല്ല ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. മരത്തിൽ നിന്ന് കിട്ടിയ ഫ്ലേവർ വെച്ച് നഖം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ നമ്മൾ ഇങ്ങനെയാണ് കളിക്കുന്നത്. ഈ ഫ്ലവർ എടുത്തിട്ട് ഇതിന്റെ ഇതിപ്പോ വാടിപ്പോയി. ഇതിന്റെ വാടാത്ത ഫ്ലവർ ആണെങ്കിൽ ഇതിന്റെ ഈ ലീഫ് എടുക്കുന്നത്. ഈ ലീഫ് എടുത്തിട്ട് ഇതിനകത്ത് ഈ റെഡിന് ഇങ്ങനെ ഇളക്കും. ഇങ്ങനെ കുറച്ച് ഇളകി കളഞ്ഞിട്ട് പോയി അതിനകത്ത് ഇങ്ങനെ ലീഫ് ഇവിടെ നമ്മൾ നിറയെ വെക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്യും. തിരിച്ചു വെക്കാലേ കളർ. തീരനൂരയും തീരനൂരയും. ഇതാ ഇതും ആർഡർ. അപ്പൊ നമ്മൾ പോവാണ് മുകളിലോട്ട് ഗൈസ്. അപ്പൊ നമ്മളിത് 22 വളവാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരണം. അപ്പൊ അതിൽ 18 എണ്ണം ആയി. ഇവിടെ ഒരു വിന്റേജ് ലുക്ക് നോക്ക്. 18 വളവായി. അപ്പൊ ഇനി 4 വളവും കൂടി കഴിഞ്ഞാൽ നമ്മൾ പൊന്മുടിയുടെ ഹിൽ ടോപ്പിലെത്തി. കണ്ടോ 19ആയി. എസ്റ്റേറ്റ് തേയില ഫാക്ടറി ബാക്കി കീറിക്കളഞ്ഞു. താഴോട്ടൊന്നും കാണാൻ വയ്യ കേട്ടോ. മഞ്ഞൊക്കെ പറന്നു പോണ്. സൂപ്പർ. അപ്പൊ നമ്മൾ പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട്. ഇതോടത്തെ റിസോർട്ട് ഹോട്ടൽ ഒക്കെയാണ്. പട്ടി പേടിയില്ലാത്ത പട്ടി. ഓ സെറ്റ് ഇതോ മഞ്ഞ് ഇടൂ. അങ്ങോട്ടോ വേണം. അവിടെ പോ. Guys, we have reached here. കിടുമഞ്ഞാണ്. പക്ഷെ തണുപ്പൊന്നുമില്ല. ബട്ട്
അവിടെ നേരെ വരി കഴിഞ്ഞാൽ നമ്മൾ ഈ വരി കയറാം. എന്തിനാന്ന് വെച്ചാ നമ്മളിപ്പോ കൊറേ ആയിട്ട് നടക്കുവാണത്. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ വന്നപ്പോ അവിടെ മഞ്ഞ, അവിടെ വന്നപ്പോ ഇവിടെ മഞ്ഞ. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ അതാണ്. ഇവിടെ പല പല കുന്നുകളും ഉണ്ട്. അവിടെ നോക്കുമ്പോ പല സൈഡിൽ നോക്കുമ്പോ പല സ്ഥലമാണ് കാണുന്നത്. നമ്മളിപ്പോ ഇതുവരെ ഇവിടെ ഞാൻ വന്നിട്ടില്ല തോന്നുന്നു. ഞാൻ ആ സൈഡ് ഈ സൈഡൊക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കയറാം. കുറെ കയറാനുണ്ട്. പക്ഷെ എനിക്ക് ചൂടും എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാ കാറ്റിനൊരു തണുപ്പുണ്ട്. എന്നാ മഞ്ഞുണ്ട്. പക്ഷെ ഭയങ്കര തണുപ്പൊന്നുമല്ല. ഭക്ഷണം ഇനി നമ്മൾ പുഡിങ് തിന്നുന്നതായിരിക്കും. ഫോണിൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തേലൊക്കെ അൽഫ വീഡിയോയിലാണ്. ഗൈസ് ദേ കണ്ടോ, കണ്ടോ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ഈ പോകുന്ന ആൾക്കാർ. നമ്മളിത് അവിടെയാണ് നിന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ. നമ്മൾ അതുവഴി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു. ഫോട്ടോ എടുക്കാൻ കിട്ടില്ലോ. അയ്യോ Three, two, one, start. ഗൈസ് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. കടയ്ക്ക് തീ പിടിച്ച്. പോയി ഗൈസ്. ഇപ്പൊ നല്ല തണുപ്പുണ്ട്. അത്രക്കില്ല. ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ തൊപ്പിയൊന്നും തലയിൽ ഇരിക്കുന്നില്ല. പറന്നു പോണ്. ഇടി വെട്ടണ ഗൈസ്. മുടിയൊക്കെ പോയി. ഇനി റീൽസിന്റെ മഞ്ഞല്ല, ഇത് മഴ. മഞ്ഞാണോ മഴയാണോ കണ്ടുപിടിക്കാൻ. കൂടെ മഞ്ഞിൽ. ഓ അമ്മേ അമ്മ. നമ്മൾ നനഞ്ഞു. അയ്യോ മഴ. ഇന്ന് വ്ളോഗ്സ് ഓടിക്കാം. മഴ അവിടെ തള്ളുന്നു.
തേച്ച് ഗൈസ് എല്ലാരും. ഞാൻ പറഞ്ഞതിന് മുമ്പ് കാറിലെത്തി. മഞ്ഞ് വന്നതായിരുന്നു കിടു. അയ്യാ താഴെ പോയാലോ ഐസ്ക്രീം പാർലർ. എന്റെ മുടി വീണ്ടും പഴയ സ്ട്രക്ചറിലോട്ടൊക്കെ ഒന്ന് ചുരുണ്ട്. റിംഗ 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 റൂസ് റിംഗായി. ഇങ്ങോട്ട് ഇനി റിസോർട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഓ ഞാൻ 2 ബ്രെഡ് കൊണ്ട് താഴേക്കാണ് ഗസ്റ്റ് ഹൗസ്. ഇതായിരുന്നല്ലേ പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ. അത് മാറി ഇപ്പൊ ഹൈടെക് ആയി. അതിന്റെ മുകളിലൊക്കെ എന്റെ മുകളിൽ കണ്ട ഒരു ഗസ്റ്റ് ഹൗസ്, അതിഥി മന്ദിരം. ഗൈസ് നമ്മൾ പണ്ട് എപ്പോഴും അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. വേറൊരു സൈസ് ചെടിയൊക്കെ കണ്ട. ഇത് ഗസ്റ്റ് ഹൗസ് ആണ്. മഞ്ഞ അനങ്ങുന്ന കണ്ട. നല്ല ഉറക്കം വന്നിട്ട് നല്ല ഇടി വെട്ടുന്നുണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി കിട്ടോ. ഞാൻ വണ്ടിയിൽ കിടന്നിട്ട് ഉറങ്ങി. ലൈറ്റൊന്നും പോയിട്ടില്ലത്. ചെറിയ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ, ചെറിയൊരു ലൈറ്റ്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചായ കുടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര മഴയായപ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല വണ്ടിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ താഴെ കർവൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ ചായ കുടിക്കാൻ വന്നത്. ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര അഡിക്റ്റാണ് ചായക്ക്. അപ്പം ഒരു 6 മണിയാകുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന വരും. അപ്പം തലവേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചായ വാങ്ങാൻ നിൽക്കും. ഗൈസ്, ദിസ് ഈസ് കോൾഡ് കുമ്പിളപ്പം. അപ്പം ചായയുടെ കൂടെ ഇവിടെ ഇതാണുള്ളത്. അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഇത് വയനയില എന്ന് പറയുന്നൊരു ഇലയിൽ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് സ്നാക്കാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിന്ന് വെള്ളം വരുന്നുണ്ട്. ചായ. അൽഹംദുലില്ലാ, ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാക്കി ഒന്നും എടുക്കാനുള്ള ത്രാണിയില്ലായിരുന്നു, കാരണം അത്രയും ടയേർഡായിപ്പോയി. അപ്പോൾ എന്തായാലും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.